പക്ഷേ ഏറ്റവും നിർണായകമായ ഒരു സിഗ്നൽ തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. ആദ്യം മുതൽ തന്നെ ഈ മൺകൂനകൾ കേന്ദ്രീകരിച്ച് ഇവിടെ കാണുന്ന ഏകദേശം ഈ പുഴയുടെ തീരത്ത് നിന്ന് ഏകദേശം 50 മീറ്റർ മാറിയുള്ള മൺകൂനകളിൽ ലോറി കുടുങ്ങിപ്പോയിട്ടുണ്ടോ എന്ന സംശയമുണ്ടായിരുന്നു. ആ മൺകൂനകളിലാണ് ഇപ്പോൾ 4ാമത്തെ സിഗ്നൽ ലഭിച്ചിരിക്കുന്നത്. അതിന് കൃത്യമായി ലോറിയുടെ ഒരു പ്രൊഫൈൽ ഉണ്ട് എന്നതാണ് ഈ സിഗ്നലിനെ കൂടുതൽ ദൃഢമാക്കുന്നത്, അല്ലെങ്കിൽ കൂടുതൽ കരുത്തുറ്റമാക്കി മാറ്റുന്നത്. ഇവിടെ ഈ കണ്ടെത്തിയിരിക്കുന്ന സിഗ്നലിന് അതിന് ലോറിയുടെ ഒരു പ്രൊഫൈൽ കാണപ്പെടുന്നു എന്നതാണ്. ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയിലാണ് ഏകദേശം 50 മീറ്റർ മാറി, ആ പുഴയോരത്ത് നിന്ന് 50 മീറ്റർ മാറിയുള്ള മൺകൂനകൾക്കിടയിൽ ഒരു സിഗ്നൽ കിട്ടിയിരിക്കുന്നത്. ഈ ഭാഗത്ത് ഏകദേശം 40 അടിയോളം താഴ്ചയുണ്ട്. അവിടെ ഏകദേശം 5 അടി മുകളിലേക്കാണ് മണ്ണ് കൂടിക്കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അത്തരത്തിലൊരു സംശയം ഉണ്ടായാൽ അതിനെ തള്ളിക്കളയാനാകില്ല. ഇതിനടിയിലേക്ക് ഇറങ്ങി നാവികർക്കോ അല്ലെങ്കിൽ NDRF സംഘത്തിനോ പരിശോധന നടത്താൻ സാധ്യമല്ല. ശാസ്ത്രീയമായ മാർഗത്തിലൂടെയാണ് ഇവിടെ എന്തെങ്കിലും ലോഹവസ്തുക്കൾ ഉണ്ടോ എന്ന് സ്ഥിരീകരിക്കാനാകുകയുള്ളൂ. അത്തരത്തിൽ ഇപ്പോൾ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയിലാണ് ഇവിടെ ലോറിയുടെ ഒരു പ്രൊഫൈൽ കണ്ടെത്തിയിരിക്കുന്നത്. ആദ്യ ഭാഗം നമുക്ക് ഒരു 40 മീറ്റർ മാറിയ ഒരു സിഗ്നൽ നേരത്തെ ലഭിച്ചിരുന്നു. അതിന് പുറമെയാണ് മറ്റൊരു സ്ഥലത്ത് കൂടി സിഗ്നൽ ലഭിച്ചിരിക്കുന്നത്. പുഴയോട് ചേർന്നുള്ള ഭാഗത്ത് കഴിഞ്ഞ ദിവസം സിഗ്നൽ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെയുള്ള പരിശോധനയിൽ പൂർണ്ണമായും അതിനടുത്തേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇതിപ്പോൾ മറ്റെന്തെങ്കിലും ഇപ്പോൾ ലോറിയുടെ പല ഭാഗങ്ങളായി മാറിപ്പോയോ എന്നടക്കമുള്ള സംശയങ്ങളുണ്ട്. അക്കാര്യത്തിൽ പോലും സ്ഥിരീകരിക്കാനാകില്ല. കടുത്ത അല്ലെങ്കിൽ കനത്ത ഒഴുക്കാണ് ഈ മേഖലയിലുള്ളത്. 6 നോട്ടിക്കൽ നോട്ടിൽ അധികം വേഗതയിലാണ് ഈ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇറങ്ങണമെങ്കിൽ പോലും ഇവിടെ നിന്ന് അല്ലെങ്കിൽ ഈ ഭാഗത്തുള്ള ഒഴുക്ക് കുറഞ്ഞാൽ മാത്രമേ ഈ ഭാഗത്ത് പോലും ഈ മൺതിട്ടയുടെ അടുത്ത് പോലും ഇറങ്ങാൻ കഴിയുകയുള്ളൂ. ഇപ്പോഴൊക്കെ NDRF സംഘം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഡിങ്കി ബോട്ടുകൾ ഈ മൺതിട്ടകൾക്ക് അടുത്തെത്തുക, അവിടെ എത്തിയതിനു ശേഷം കുറച്ചു നേരം എന്തെങ്കിലും പരിശോധന നടത്തുക എന്നുള്ളത് മാത്രമാണ് ചെയ്യാൻ കഴിയുന്നത്. ഇതിന് താഴേക്ക് ഡൈവർമാർക്ക് ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണുള്ളത്. അതിന് ഈ ഭാഗത്തേക്കുള്ള ഒഴുക്ക്, അടിയൊഴുക്ക് അടക്കം നിയന്ത്രിക്കാൻ കഴിയണം. അതിനാണ് ഇവിടെ ഈ സൈഡിൽ ഈ കാണുന്ന ഈ യന്ത്രങ്ങളൊക്കെ നിർത്തിയിട്ടിരിക്കുന്ന ഈ വശത്ത് നിന്ന് മണ്ണ് നീക്കം ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം ഈ പുഴയിലെ ഒഴുക്ക് നിയന്ത്രിക്കുകയാണ്. രാവിലെ ഉണ്ടായിരുന്ന 6 നോട്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ അതിൻ്റെ വേഗത, ഒഴുക്കിൻ്റെ വേഗത 7 നോട്ടിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഓരോ നിമിഷവും നിർണായകമാണ്. വരുന്ന മണിക്കൂറുകളിൽ കൂടുതൽ ലീഡുകൾ ലഭിക്കുമെന്ന ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയാണ് ഈ രക്ഷാപ്രവർത്തകർ ഉള്ളത്. പ്രതീക്ഷ തീർച്ചയായും ജിജിൻ പറയുമ്പോഴും കൂടുതൽ ലീഡുകളിലേക്ക് എത്തുമ്പോഴും പ്രകൃതി കനിയണം. പ്രകൃതിയുടെ ആ പുഴയുടെ കുത്തൊഴുക്ക് അതൊരു ലിമിറ്റഡ് ലൈനിലേക്ക് എത്തിയാൽ മാത്രമേ നമുക്ക് സാധ്യമായ വഴികൾ ഒരുങ്ങൂ എന്നുള്ള കാര്യം എപ്പോഴും പ്രേക്ഷകർ മനസ്സിൽ ഉറപ്പിക്കുക.